ഹായ് ഹലോ. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് ആട്ടോ. അപ്പോൾ എനിക്ക് ഹാങ്ങിങ് പ്ലാന്റ്സ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. കാരണം തൂക്കിയിട്ട് കഴിഞ്ഞാൽ നല്ല കൊല കുത്തി കിടക്കുന്നതാണ്, നല്ല ഭംഗിയല്ലേ. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു എപ്പീസിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്. അതേപോലെ തന്നെ ചെറിയ ചെറിയ പൂവുകൾ നമുക്ക് വരാം കേട്ടോ. അതേപോലെ തന്നെയാണ് ഈ ഒരു ബിഗോണിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലാന്റും. അപ്പോൾ നമ്മളിതൊന്ന് എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് പ്രൂൺ ചെയ്ത് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ആ പ്രൂൺ ചെയ്ത ആ ഒരു കമ്പുകൾ കളയണ്ട, അതിൽ നിന്ന് തന്നെ നമുക്ക് വേറെ ചെടികൾ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ ആ ഒരു തൂങ്ങി കിടക്കുന്ന ചെറിയ ചെറിയ കമ്പുകളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് ഇത്രയും കട്ടിങ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബിഗോണിയം പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഒരുപാട് പ്രയാസമൊന്നുമില്ല, വളരെ സിമ്പിളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന കുറച്ച് ചകിരി ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹാങ്ങിങ് പോട്ടിലേക്ക് ആ ഒരു ചകിരി നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ആ ഒരു പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ പോട്ടി മിക്സ് ആയിട്ട് ഞാൻ വേറെ ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല, സാധാരണ നോർമൽ ആ ഒരു ഗാർഡൻ സോയിൽ മാത്രം ഞാൻ ഇടുന്നുള്ളൂ കേട്ടോ. വേറെ വളങ്ങളൊന്നും ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു കട്ടിങ്സ് ഒക്കെ നമ്മുടെ ആ ഒരു പോട്ടിലേക്ക് കുത്തി വെച്ച് കൊടുക്കാം കേട്ടോ. ഈ ഒരു ബിഗോണിയ പ്ലാന്റ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കമ്പൊന്നും വേണ്ട, ആ ഒരു ലീഫ് തന്നെ അത്യാവശ്യം കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലൊരു പ്ലാന്റ് ആയിട്ട് കിട്ടുമെന്ന് ഞാൻ ഒരുപാട് വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ പ്രൂൺ ചെയ്യുവാണ്. അപ്പോൾ ആ കട്ടിങ്സ് ഒക്കെ വെറുതെ കളയണ്ടെന്ന് വെച്ചിട്ടാട്ടോ ഞാൻ ആ ഒരു രീതിയിൽ തന്നെ ഞാൻ ആ ഒരു പ്ലാന്റ് ഞാൻ നട്ടു കൊടുക്കുന്നത് കേട്ടോ. ഫൈനലി നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഈ ഒരു ബിഗോണിയ പ്ലാന്റ്സിൻ്റെ കെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഡയറക്റ്റ് സൺലൈറ്റിൽ ഞാൻ വെക്കാറില്ല. ഇതൊക്കെ ജസ്റ്റ് ഷെയ്ഡിൽ വെച്ച് വളർത്തേണ്ട പ്ലാന്റ്സ് ആട്ടോ. അതേപോലെ തന്നെയാണ് ഇതിൻ്റെ ആ ഒരു വാട്ടറിങ്ങും. ഞാനിപ്പോൾ ആഴ്ചയിൽ ഒരു 2-3 ദിവസമൊക്കെയാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കാറുള്ളൂ. ഒത്തിരി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്ലാന്റ്സ് ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ മാസത്തിലൊരിക്കൽ എന്തെങ്കിലുമൊക്കെ ഒരു വളങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതലും ചാണകപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കാറ്, വേറെ ഒന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ പ്ലാന്റ്സിന് നമ്മൾ നോക്കുവാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് നല്ല കൊല കുത്തി തന്നെ നമ്മളെ പ്ലാന്റ്സ് വളരും കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് അടിച്ചേക്കാം കേട്ടോ.